ഈ മെഴ്സിഡീസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം 2 മാസത്തോളം ആവാറായി. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക്, അതായത് വലിയ ബിസിനസ്മാൻമാരൊന്നും അല്ലാതെ നമ്മളെപ്പോലെ മറ്റുള്ള കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ മെഴ്സിഡീസാണ് ഈ 300 എന്ന് പറയുന്നത്. ഈ 300 അല്ല, ഈ ക്ലാസ് 300 എന്ന് പറയുന്നത്. കാരണം ഒന്നാമത് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതിൻ്റെ മൈലേജ്. ഇതിനിപ്പോൾ ഏകദേശം 9 ഗിയറാണുള്ളത്. ഓട്ടോമാറ്റിക് ആണ്. 9 ഗിയർ നമ്മളിങ്ങനെ പോകുമ്പോൾ 9 ഗിയറോളം മാറും. ഏകദേശം 100 കിലോമീറ്ററിൻ്റെ മുകളിൽ 120 എത്തുമ്പോഴത്തേനും 9ാമത്തെ ഗിയർ ചാടും. ആ 9ാമത്തെ ഗിയറിൽ നമ്മൾ ഇവിടുത്തെ ഹൈവേയിലൊക്കെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ മൈലേജ്, 20ന്റെ മുകളിൽ നിങ്ങൾക്ക് എന്തായാലും മൈലേജ് കിട്ടും. പക്ഷേ നിങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ ഓണാക്കിയിട്ട് നിർത്തിയിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നെ എണ്ണ പെട്ടെന്ന് തീരും കേട്ടോ. അതിനേക്കാൾ കൂടുതൽ മൈലേജ് കിട്ടും നിങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അത്യാവശ്യം സ്പീഡിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ. ഞാൻ ഇവിടുന്ന് സലാലേ പോകുമ്പോൾ ഏകദേശം 900 കിലോമീറ്റർ വൺ വേ ഉള്ള സലാലേക്ക് പോകുമ്പോൾ എനിക്ക് ആകെ പെട്രോൾ എക്സ്പെൻസ് വൺ വേക്ക് വന്നത് 17 റിയാൽ മാത്രമാണ്. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചേ പറ്റും. അതായത് ഏകദേശം നമ്മുടെ വിട്ടാറ, ബ്രേസ, അതേപോലെ ആ കാറ്റഗറിയിലൊക്കെ പെടുന്ന 1.82 ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട മൈലേജ് എന്തായാലും ഈ ക്ലാസ് 300 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമതെന്ന് പറയുമ്പോൾ മെയിൻ്റനൻസ് തീരെ വരില്ല. നിങ്ങളിപ്പോൾ 5-8 കൊല്ലം അടുപ്പിച്ച് ഉപയോഗിച്ചാലും അതിൻ്റെ ഓയിലും പിന്നെ അതേപോലെ സാധാരണ യൂഷ്വലി ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി മെയിൻ്റനൻസ് ഒന്നും വരുന്നില്ല. ഓയിൽ നമ്മൾ സാധാരണ മറ്റ് കാറുകളെ അപേക്ഷിച്ചിട്ട് 9 റിയാൽ 10 റിയാൽ കൊടുക്കുമ്പോൾ ഇതിന് നമ്മൾ 35 റിയാൽ മിനിമം കൊടുക്കണം. പിന്നെ പെട്രോൾ അടിക്കുമ്പോൾ നമ്മൾ സാധാരണത്തെ പെട്രോൾ അടിക്കാതെ മുന്താസ് ഉള്ളതിൽ ഇത് ക്വാളിറ്റി ഉള്ള പെട്രോൾ അടിക്കുക. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെർഫോമൻസ് എപ്പോഴും കിട്ടും. മൂന്നാമതെന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് ഓടിക്കുമ്പോഴുള്ള ആ ഒരു കോൺഫിഡൻറ്റ്. നമ്മളൊരു 100-140 സ്പീഡിൽ പോകുമ്പോൾ തന്നെ നമുക്ക് 40, 60, 50 സ്പീഡിൽ പോകുന്ന ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. കാരണം അത്രയും കോൺഫിഡൻ്റ് ആണ്. വണ്ടി നമ്മുടെ കയ്യിലുണ്ടാവും എപ്പോഴും. നമ്മളിങ്ങനെ കൊണ്ട് നടക്കും. നമ്മൾ എത്ര സ്പീഡ് പോയാലും അത് നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. സാധാരണ നമ്മൾ 100-120 ഒരു സാധാ വണ്ടിയിൽ പോവുകയാണെങ്കിൽ നമ്മളിങ്ങനെ പേടിച്ച് ഇത് അങ്ങനെയൊന്നുമല്ല. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നേ ഉദിക്കുന്നില്ല. ഒരു 40-50 സ്പീഡ് പോകുന്ന ആ ഒരു ഫീലിംഗേ നമുക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ പവറും ടോർക്കൊക്കെ എടുത്ത് പറയേണ്ടതാണ്. AMG ആണ്. അപ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരാളെ ഓവർടേക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ തീ തുപ്പണ രീതിയിലാണ് പോവുക. പിന്നെ നമുക്കറിയാലോ, മെഴ്സിഡീസ് ബെൻസിനേക്കാളിലും വില പിടിപ്പുള്ള ഏത് കാർ കൊണ്ട് പോയാലും ബെൻസ് കൊണ്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഇതൊക്കെ ഓരോ ആഗ്രഹങ്ങളാണ്, മനസ്സിലായില്ലേ? നമ്മൾ ചെറുപ്പം മുതലേ മെഴ്സിഡീസ് ബെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കല്ലേ. അപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോൾ ഉപയോഗിക്കുക, മാക്സിമം ഉപയോഗിക്കുക. ഇതൊക്കെ ഗൾഫിലേ നടക്കുള്ളൂ. നമ്മൾ നാട്ടിൽ പോയിട്ട് ഒരു ബെൻസ് എടുത്തിട്ട് ഇത്രയും വില കൊടുത്ത് എണ്ണ അടിച്ചിട്ടൊന്നും തീർക്കില്ല. ഗൾഫിലാവുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടക്കും. ഇതിലും വില പിടിപ്പുള്ള വണ്ടികൾ നമുക്ക് എടുക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ മെഴ്സിഡീസ് 300നെ കുറിച്ച് പറയാനുള്ളത്. വലിയ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം ആഗ്രഹം തീർക്കാൻ വേണ്ടി മെയിൻ്റെനൻസ് എക്സ്പെൻസ് കുറവുള്ള മെഴ്സിഡീസ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ 300. ഓക്കെ.